നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അപ്പോ പെങ്ങളുട്ടിയും ഈ ആങ്ങളമാരും ഇന്ന് ഏറിലാണ് കേട്ടോ. രണ്ട് ആങ്ങളമാരും പെങ്ങളും ഇന്ന് ഏറിലാണ്. ലാലേട്ടൻ വന്ന് പൊരിച്ചടുക്കുന്നുണ്ട്. ഇങ്ങനെയാണോ കളിക്കേണ്ടത്, വിട്ടുകൊടുത്തിട്ടല്ലേ നിങ്ങൾ ഇത് ചെയ്തത്, ജയിച്ചത് എന്നൊക്കെ നന്ദനെ ഇട്ട് കുടയുന്നുണ്ട്. നന്ദന കളിച്ച് ജയിച്ചത് ഈ സ്വന്തമായിട്ടാണോ എന്ന് നന്ദനയോട് ചോദിക്കുന്നു. നന്ദന പറയുന്നു, ഇല്ല, ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്കാണ് കളിച്ചത് എന്ന് നന്ദന പറയുന്നുണ്ട്. അപ്പോ സായി എടുത്ത് ചോദിക്കുന്നുണ്ട്. സായി പറഞ്ഞ അതുവരെ നമുക്ക് ആഗ്രഹമൊന്നും, പക്ഷെ ആ മൊമെന്റ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിട്ട് അവൾക്ക് ഒരു പോയിന്റ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സിജു പറയുന്നുണ്ട്, അവൾക്കൊരു പോയിന്റ് വേണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്ന് സിജോയും പറയുന്നുണ്ട്. പിന്നെ ജിൻഡപ്പൻ ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും ഒരേ സ്ഥലത്ത് പറയുന്നുണ്ട്, അവര് നന്ദനെ ആക്രമിച്ചില്ല, നന്ദനെ അവർ അറ്റാക്ക് ചെയ്തില്ല, അവര് വിട്ടുകൊടുത്തതാണ്, അവർക്ക് ഒരു കൺസിഡറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇങ്ങനെയാണോ ടിക്കറ്റ് ടു ഫിനാലെ കളിക്കേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. വെരി ഗുഡ്. അത്രയും ഒന്നിന്റെ കുറവുണ്ട്. ഇത്തിരി കൂടിപ്പോയി, പെങ്ങപ്പാസം ഇത്തിരി കൂടിപ്പോയി കേട്ടോ. അപ്പൊ അതിന്റെ ഇതാണ് ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ പറയില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രയും കണ്ടസ്റ്റന്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി സിജു ആയിരുന്നു. പക്ഷെ അവന്റെ ഈ ഒരു പ്രവൃത്തി മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. കൂടുതൽ അമിതമായിട്ട് ഈ പറഞ്ഞ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു പെങ്ങള സ്നേഹം, എന്താ പറയാ, പെങ്ങപ്പാസം എന്നൊക്കെ പറയാം നമുക്ക്. ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ഗെയിമിനെ തുലച്ചു കളഞ്ഞവനാണ് ഈ ഒരു സാധനം. എന്തായാലും ഇന്ന് നന്ദന പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ കരുതാം. മനസ്സിലായി? ഇനിയെങ്കിലും, കാരണം ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ പറയുന്ന നന്ദനയുടെ ആറ്റിറ്റ്യൂഡാണ് ഇത് ഏറ്റവും കൂടുതൽ പുറത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആവാനുള്ള കാരണം. കാരണം ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ അവർ തീരുമാനിച്ചു. സതുദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യം അവളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെ അവളുടെ അഹംഭാവവും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അത് നെഗറ്റീവായി മാറുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ കൂടിപ്പോയി. അവളെ പിടിച്ച് കൊണ്ടിരുത്തുക, അവളെ കണ്ണീരിങ്ങനെ ഒപ്പിക്കൊടുക്കുക, മോളെ ചോറ് വാരി കൊടുക്കുക. അപ്പൊ അതൊക്കെ വളരെ ബോറായിട്ടായിരുന്നു. അതുപോലെ ടിക്കറ്റ് ഫിനാലയിൽ വളരെ വ്യക്തമായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ് അവളെ ഫേവറിസം ചെയ്തു എന്നുള്ളതും അവളെ നേരത്തെ പുറത്താവാനുള്ളത്. ജിൻഡോയ്ക്കാണ് തേർഡ് സ്ഥാനം ജിൻഡോയ്ക്ക് കിട്ടാനുള്ളത്, അല്ലെ, തേർഡോ സെക്കൻഡോ ജിൻഡോയ്ക്ക് കിട്ടാനുള്ളത്. പക്ഷെ അവരെല്ലാരും കൂടി ഒത്തു കളിച്ച് അവൾക്ക് ഒരു പോയിന്റ് വാങ്ങിച്ചു കൂടി. എന്തായാലും ലാലേട്ടന്റെ നല്ല ഒന്നാന്തരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം തികഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്തായാലും നന്ദന പുറത്തായി എന്നുള്ള ന്യൂസ് വന്ന് വേറെ ആരും പുറത്തായില്ല എന്നാണ് ഇതുവരെ എനിക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. അതിന്റെ പുതിയൊരു അപ്ഡേറ്റ് എന്തായാലും കിട്ടുകയാണെങ്കിൽ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.